ഹ്യൂമാനെ വിത്ത് എന്നൊരു പഠന ശിബിരം നമ്മൾ KCBC പ്രോ ലൈഫ് സംസ്ഥാന സമിതി സംഘടിപ്പിക്കുകയാണ് PUC-യിൽ. അതിൻ്റെ ഒരു പ്രാധാന്യം പ്രസക്തി എത്രത്തോളം ഇന്ന് സമൂഹത്തിന് ആവശ്യമാണെന്ന് വ്യക്തമാക്കാം. ഈ ഹ്യൂമാനെ വിത്ത് എന്ന് പറഞ്ഞാൽ തന്നെ മനുഷ്യജീവൻ എന്നാണ് അർത്ഥം. സംഘടിപ്പിക്കുന്നത് പ്രോ ലൈഫ് സമിതിയാണ്. പ്രോ ലൈഫിൻ്റെ വാച്യാർത്ഥം ജീവന് വേണ്ടി. അപ്പം ജീവൻ ഏതൊക്കെ വിധത്തിൽ ഹനിക്കുന്നുവെന്ന് ചുമ്മാ നമ്മൾ കണ്ണുറന്ന് ഇത് ഇപ്പോൾ എറണാകുളത്താണ് നടക്കുന്നത്, തൊട്ടപ്പുറം ആലുവ. ഈ ദിവസങ്ങളിൽ കഴിഞ്ഞ ആഴ്ചത്തെ പത്രവാർത്ത തന്നെ നമുക്കറിയാം. ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടു, 5 വയസ്സുള്ള കുട്ടി. അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുക്കൾ കൊല്ലപ്പെടുന്നു, 8 മാസമുള്ള കുട്ടികൾ കൊല്ലപ്പെടുന്നു. അതിലാശങ്കയുണ്ട്. യേശുക്രിസ്തു ലോകത്ത് വന്നിട്ടുള്ളത് ജീവൻ നൽകാനും അത് സമൃദ്ധമായി നൽകാനുമാണ്. അതുകൊണ്ട് ജീവന് ഏതൊക്കെ ഭീഷണിയുണ്ടോ അതിനെക്കുറിച്ച് നമുക്കൊരു അവയർനെസ് കിട്ടും. ഒന്ന് പഠിക്കുക, പഠിച്ചിട്ട് എങ്ങനെയൊക്കെ ജീവന് വേണ്ടി നിലനിൽക്കാം, പോരാട്ടം നടത്താം. അതാണ് ഞങ്ങളുടെ ദൗത്യം. പ്രോ ലൈഫേഴ്സിൻ്റെ ദൗത്യം അതാണ്. ആ ഒരർത്ഥത്തിൽ ഇപ്പോൾ മണിപ്പൂരിൻ്റെ ഇഷ്യൂയൊക്കെ നമുക്ക് 45,000 രാഷ്ട്രീയം എന്തായിക്കോട്ടെ, 45,000 അഭയാർത്ഥികളുണ്ട്. അവരുടെ ജീവൻ അപകടത്തിലാണ്. ഈ കാര്യം ഒന്ന് ഓർമ്മയിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കണം. അത് മാത്രമേ ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നുള്ളൂ. പിന്നെ നമ്മളിപ്പോൾ കേരളത്തിലേക്ക് വരാണെങ്കിൽ തന്നെ അല്ലേ, ഇത്തരം വിഷയങ്ങളിലൊക്കെ ഒരു സർക്കാർ പുലർത്തുന്ന ഒരു നിസ്സംഗതാ മനോഭാവമുണ്ട്. അതിനൊക്കെയെല്ലാം KCBC പ്രോ ലൈഫ് സമിതി എങ്ങനെ നോക്കിക്കാണുന്നു? നമ്മൾ അങ്ങനെയുള്ള 2 വിധത്തിൽ തന്നെ ചെയ്യുന്നു. നമ്മൾ ആദ്യം ഉദ്ദേശിക്കുന്നത് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുന്നു. മറ്റൊന്ന്, ഈ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ നമുക്ക് ഈ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 1971 തൊട്ട് ഈ അബോർഷൻ നിയമവിധേയമാണ്. അത് ഗവൺമെൻറ്റിൻ്റെ പ്രശ്നമാണ്. അവിടെ നിയമമായി കഴിഞ്ഞു. ഇപ്പോൾ വരുന്ന എല്ലാം കോടതി വിധികൾ നിയമത്തെ ചോദ്യം ചെയ്യുന്നു, അല്ലെങ്കിൽ ആ നിയമത്തെ വ്യാഖ്യാനിക്കുന്നു. നമുക്ക് നിയമത്തെ വ്യാഖ്യാനിക്കുമ്പോൾ കോടതിയിൽ ഇടപെടാൻ പറ്റും. അതിന് പ്രോ ലൈഫ് സമിതി ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ നിയമം തന്നെ മാറ്റിയെടുത്ത് അതൊരു നിയമമായിട്ടാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതൊന്ന് മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? പാർലമെൻറ്റ് അംഗീകരിച്ച ഈ മണ്ണിൻ്റെ നിയമമാണ്. അത് നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല, അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. 19 ആഴ്ച ആളുകൾ അതൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അത് ഞങ്ങളുടെ നമ്മളാലാവുന്നത് ചെയ്യുക, ഒപ്പം നിയമം പരിഷ്കരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്കുക. അത് പാർലമെൻറ്റിൽ വേറെ നിയമം തന്നെ കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുള്ള പരിശ്രമം നടക്കുന്നുണ്ട്. അത് ഗ്രൗണ്ട് വർക്കല്ലേ പറ്റുള്ളൂ, വേറെ ഒന്നും സാധിക്കില്ലല്ലോ. അതാണ്. ഇത്തരം പ്രതിസന്ധികൾ നിലനിൽക്കുമ്പോൾ നമ്മളെ രൂപതകളിൽ ഒരു അവയർനെസ് കൊടുക്കേണ്ട ഒരു ആവശ്യകത കൂടി വന്നിരിക്കുകയല്ലേ? തീർച്ചയായിട്ടും എല്ലാ രൂപതയിലും സമിതി ഉണ്ട്. പക്ഷെ ചിലടത്ത് ഈ പറഞ്ഞ പോലെ സർക്കാർ സംവിധാനം എന്ന് പറയുന്ന പോലെ തന്നെ സഭാ സംവിധാനവും ചിലത് നിർജീവമായിട്ട് പോലും കിടക്കുന്നുണ്ട്. ചിലർ നല്ല ആളി കത്തുന്ന വരുവാണ്. അപ്പം നമ്മൾ ഓർക്കുന്ന മറ്റുള്ളിടത്തുനിന്ന് കണ്ട് അത് ഇവിടെയും കൂടി പ്രാബല്യത്തിൽ കൊണ്ടുവരിക, അത് ലക്ഷ്യമാണ്. അതിൻ്റെ പരിശ്രമം നടക്കുന്നത്.